നമസ്തേ. ഇന്ന് ഞാനുള്ളത് തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരമുള്ള ശ്രീരംഗം രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. ഭാരതത്തിലെ ഏറ്റവും വിസ്താരമേറിയ വലിയൊരു മഹാക്ഷേത്രമാണ് ശ്രീരംഗം രംഗനാഥ സ്വാമി ക്ഷേത്രം. തിരുച്ചിറപ്പള്ളിക്കടുത്ത് ശ്രീരംഗം ദ്വീപിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇത്. കാവേരി, കൊള്ളിടം എന്നീ ഇരട്ട നദികൾ ചേർന്ന തുരുത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ വാസ്തുശില്പശൈലിയിലാണ് 7 മതിലുകൾ ചേർന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 21 കൂറ്റൻ ഗോപുരങ്ങൾ കാവൽ നിൽക്കുന്നു. ഈ മഹാക്ഷേത്ര സമുച്ചയം 156 ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്നു. 21 ഗോപുരങ്ങൾ ഉള്ളതിൽ ഏറ്റവും വലിയ രാജഗോപുരം 13 നിലകളും 72 മീറ്റർ ഉയരവും ഉള്ളതാണ്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹമൂർത്തി തുടങ്ങിയ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളും ധന്വന്തിരിയും കൂടാതെ രാമാനുജൻ, ആഴ്വാർ എന്നിവർ അടക്കമുള്ള ആചാര്യരും മാത്രമല്ല തുമ്പിക്കൈ ആഴ്വാർ എന്ന പേരിൽ ഗണപതിയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. മഹാലക്ഷ്മി ഇവിടെ രംഗനായിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ 8 സ്വയംഭൂ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീരംഗം. അനന്തശയന രൂപത്തിലുള്ള ഭീമാകാരമായ മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഗണപതിയാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. തെക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ നിലകൊള്ളുന്നത്. ശ്രീ വൈഷ്ണവർ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണു ഭക്തരുടെ വലിയൊരു വിഭാഗം തന്നെ ഇവിടെയുണ്ട്. ധാരാളം വിഷ്ണു ഭക്തർ എത്തിച്ചേരുന്നതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയവുമുള്ള ക്ഷേത്രമാണ് ഈ രംഗനാഥസ്വാമി ക്ഷേത്രം. ക്ഷേത്രം ഉണ്ടാക്കിയ കാലത്തെ ശ്രീരംഗം നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ ആ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഉള്ളിലാണ് ജീവിച്ചിരുന്നത്. കാവേരി നദിക്ക് മധ്യത്തിലുള്ള ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന 3 രംഗനാഥ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീരംഗത്തേത്. അതിൽ ഒന്നാമത്തേതായ ആദിരംഗ രംഗനാഥസ്വാമി ക്ഷേത്രമാണ് ശ്രീരംഗപട്ടണത്തുള്ളത്. രണ്ടാമത്തേതായ മധ്യരംഗ രംഗനാഥസ്വാമി ക്ഷേത്രം ഉള്ളത് ശിവനസമുദ്രയിലാണ്. മൂന്നാമത് വരുന്ന അന്ത്യരംഗ രംഗനാഥസ്വാമി ക്ഷേത്രമാണ് ശ്രീരംഗത്തുള്ളത്. പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ച വൈദ്യുത വേലിക്കകത്ത് സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഗോപുരം തന്നെ ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലേക്കായി വരുന്ന ഭക്തരാൽ സമ്പന്നമായ ഒരു സാമ്പത്തിക രംഗം ശ്രീരംഗത്തുണ്ട്. വൈകുണ്ഠ ഏകാദശിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തുന്നത്. ട്രിച്ചിയിൽ നിന്ന് ശ്രീരംഗത്ത് എത്താൻ സർക്കാർ സ്വകാര്യ സർവീസുകൾ ലഭ്യമാണ്. തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തായാണ് ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ഭക്തർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.